ശ്രീ ഷാജി ജോസഫ്, മറാഠ പ്രക്ഷോഭം ഈ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന്റെ വിധി തന്നെ നിർണ്ണയിക്കും എന്നായിരുന്നു പൊതുവെ ഉണ്ടായിരുന്ന വിലയിരുത്തൽ. നോക്കൂ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ മറാഠവാഡ മേഖലയിലെ 7 സീറ്റിൽ 6 NDAക്ക് നഷ്ടമാകുന്നത് ഈ മഹാരാഷ്ട്രയിലെ മറാഠ പ്രക്ഷോഭത്തിന്റെ രോഷം ഒന്നുകൊണ്ട് മാത്രമായിരുന്നു. പക്ഷേ നോക്കൂ, ഈ ഒരു പ്രചാരണത്തിന്റെ സമയത്ത് പരമാവധി OBC വോട്ടുകൾ കൺസോളിഡേറ്റ് ചെയ്യുക എന്നൊരു തന്ത്രം BJP സ്വീകരിച്ചിരുന്നു. അപ്പോൾ ആ നിലയിൽ തന്നെ ഒരു ഫോർമുല ഇവിടെ വർക്ക് ചെയ്തതാണോ? ഒരു ഭാഗത്ത് മറാഠ സമുദായം നിൽക്കുമ്പോൾ അല്ലെങ്കിൽ മറാഠ സംവരണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മറുപക്ഷത്ത് കൃത്യമായി OBC വോട്ടുകളുടെ ഒരു ഏകീകരണം ഉണ്ടായതാണോ ഇങ്ങനെയൊരു റിസൾട്ടിലേക്ക് എത്താൻ കാരണം? പ്രചാരണത്തിന്റെ സമയത്ത് ഷാജി ജോസഫ് കേൾക്കുന്നുണ്ടോ? അല്ലെങ്കിൽ മറാഠ ശ്രീ ഷാജി ജോസഫ്, താങ്കളുടെ TV ഓൺ ആണെന്ന് തോന്നുന്നു. അതിന്റെ ശബ്ദം ഒന്ന് കുറയ്ക്കുമോ? പറയുന്നത് തിരിച്ചു കേൾക്കുന്നുണ്ടോ? You go to others, I'll come back to you. ശരി, താങ്കൾ അത് ശരിയാക്കും. ഞാൻ മടങ്ങി വരാം താങ്കളിലേക്ക്. ശ്രീലാൽ, നോക്കൂ, ഏക്നാഥ് ഷിൻഡെയുടെ എല്ലാ MLA മാരും ഇവിടെ ജയിക്കുകയാണ്. BJP മത്സരിച്ച 148 സീറ്റുകളിൽ 120+, 130 എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. അന്തിമമായ ഒരു കണക്ക്, കൃത്യമായ ചിത്രം വ്യക്തമായിട്ടില്ല. ചില ഈ മാറ്റങ്ങളൊക്കെ കാണുന്നുണ്ട്. എന്തായാലും 120+, അത് 130 തന്നെ എന്ന് കണക്ക് കൂട്ടാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 48-ൽ 31 സീറ്റും പിടിച്ച ഇന്ത്യ സഖ്യം ഈ നിലയിൽ ഒരു തിരിച്ചടി നേരിടുന്നിടത്താണ് ഇന്നിപ്പോൾ സഞ്ജയ് റാവത്തിനെ പോലുള്ള ആളുകാർ ഒരു അട്ടിമറി ഇവിടെ നടന്നിട്ടുണ്ട് എന്നുള്ള സംശയമൊക്കെ ഉന്നയിക്കുന്നത്. തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ നമ്മൾ കണ്ടതാണ്. ഇവിടെ വസന്ത് പറഞ്ഞതുപോലെ BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കളിലടക്കം കോടികളുടെ പണം ഉൾപ്പെടെ പിടിച്ചെടുക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ചേർത്ത് ഈ റിസൾട്ടുമായി ബന്ധപ്പെട്ട് കാണുമ്പോൾ അങ്ങനെ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള അട്ടിമറി, ജനാധിപത്യത്തിന് ഭൂഷണമല്ലാത്ത നീക്കങ്ങളൊക്കെ അവിടെ നടന്നിട്ടുണ്ട് എന്ന് സംശയിച്ചാൽ തെറ്റാകുമോ? മഹാരാഷ്ട്രയിലുണ്ടായ തിരഞ്ഞെടുപ്പ് വിജയം വിശ്വസിക്കാൻ പ്രയാസമായ ഒരു ഫലമാണ് മഹാരാഷ്ട്ര ഉണ്ടായിരിക്കുന്നത്. ഒരു പക്ഷേ അവിശ്വസനീയമായ ഫലം എന്ന് തന്നെ പറയാം. കാരണം നേരത്തെ താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ 5 മാസം 4 മാസം മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ തിരിച്ചടി നേടുന്ന ഒരു സർക്കാർ, ആ സർക്കാരിൻ്റെ അത് കഴിഞ്ഞ് ആ സർക്കാരിൻ്റെ വിലയിരുത്തൽ വരുമ്പോൾ വലിയ തോതിൽ ഉള്ള ഒരു കുതിച്ചുചാട്ടം ഉണ്ടാകുന്നു. അതായത് നരേന്ദ്രമോദിയുടെ പേരിൽ ഉള്ള തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ തിരിച്ചടി ഉണ്ടാകുന്നു. എന്നിട്ട് ആ സർക്കാരിൻ്റെ പേരിലുള്ള തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ ഉള്ള കുതിച്ചുചാട്ടം ഉണ്ടാകുന്നു. ഇത്ര വലിയ ഒരു വിജയം ഉണ്ടാകുന്നു. 288 സീറ്റിൽ 234ഓളം സീറ്റുകൾ നേടുന്നു. അത് അവിശ്വസനീയമാണെന്ന് പറയാൻ കാരണം മഹാരാഷ്ട്രയിലെ ഗ്രൗണ്ട് റിയാലിറ്റിയുമായി ഇത് ഒത്തുപോകുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. കാരണം അവിടെ മഹാരാഷ്ട്രയിൽ ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ പോലും ഈ മഹായുതി സഖ്യത്തിൽ, അവിടുത്തെ NDA മഹായുതി സഖ്യത്തിൽ വലിയ തോതിലുള്ള വിള്ളലുകളുണ്ടായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെയും ഒപ്പം തന്നെ അമിത്ഷായുടെയും എല്ലാം പ്രസംഗങ്ങൾ, ആ പ്രസംഗത്തിലുള്ള വലിയ പ്രതിഷേധം ഘടകകക്ഷിയിൽ തന്നെ ഉണ്ടാകുന്നു. അജിത് പവാർ 1-2 പൊതുപരിപാടിയിൽ നിന്നും മാറി നിൽക്കുന്ന അവസരം പോലും ഉണ്ടാകുന്നു. അങ്ങനെ ഈ മഹായുതി സഖ്യത്തിൽ തന്നെ വിള്ളലുണ്ടായി നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ പക്ഷേ ഫലം വരുമ്പോൾ അവർ ഏകപക്ഷീയമായ വിജയം നേടുന്ന ഒരു തലത്തിലേക്ക് പോകുന്നു. അതുകൊണ്ടാണ് പലതരത്തിലുള്ള ഈ പറയുന്ന ആരോപണങ്ങൾ മറ്റും ഉയരുന്നത്. അത് ഗ്രൗണ്ട് റിയാലിറ്റിയുമായി ഒത്തുപോകാത്തത് കൊണ്ടാണ് എന്നൊക്കെ പറയാം. പക്ഷേ അവിടെയും എന്തുകൊണ്ട് ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ഫലം ഉണ്ടാകുന്നു എന്ന് ചോദിക്കുമ്പോൾ അവിടെ വരുന്ന അതിനുള്ള മറുപടി ഉണ്ടാകുന്നത് ഇപ്പുറത്ത് മഹാവികാസ് അഘാഡിയിൽ ഉണ്ടായിട്ടുള്ള വലിയ പ്രശ്നങ്ങൾ തന്നെയാണ്. അവിടെ കോൺഗ്രസ് ആയിരുന്നു ഏറ്റവും അധികം സീറ്റുകളിൽ മത്സരിച്ചത്. BJPയുമായി നേരിട്ട് ഏറ്റുമുട്ടിയത് കോൺഗ്രസ് 74 സീറ്റുകളിലാണ്. ആ 74 സീറ്റുകളിൽ കോൺഗ്രസിന് കാര്യമായ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചില്ല ഒരു ഭാഗത്ത്. അതിനോടൊപ്പം തന്നെ ശിവസേന, ഈ ഉദ്ധവ് താക്കറെയുടെ ശിവസേനയും ഏക്നാഥ് ഷിൻഡെയുടെ ശിവസേനയും തമ്മിൽ ഏറ്റുമുട്ടിയത് 51 സീറ്റുകളിലാണ്. ആ 51 സീറ്റുകളിൽ ഈ പറയുന്ന ഉദ്ധവ് താക്കറെയുടെ ശിവസേനയ്ക്ക് കാര്യമായ ഒരു നേട്ടമുണ്ടാക്കാൻ സാധിച്ചില്ല. അതുപോലെ തന്നെ ശരത് പവാറിൻ്റെ NCPയും ഈ പറയുന്ന അജിത് പവാറിൻ്റെ NCPയും നേരിട്ട് ഏറ്റുമുട്ടിയത് 37 സീറ്റുകളിലാണ്. അവിടെയും വലിയ പരാജയമുണ്ടായി. അതായത് BJPയെ നേരിട്ട് ഏറ്റുമുട്ടി പരാജയപ്പെടുത്തുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു. മറുഭാഗത്ത് ശിവസേന ഏതാണ് യഥാർത്ഥ ശിവസേന എന്നുള്ള ചോദ്യം നേരിട്ടുകൊണ്ടുള്ള ഏറ്റുമുട്ടലിൽ ഉദ്ധവ് താക്കറെയുടെ ശിവസേന പിന്നോട്ട് പോയി, ഏക്നാഥ് ഷിൻഡെയുടെ ശിവസേന മുന്നോട്ട് പോയി. അതോടൊപ്പം തന്നെ ഏതാണ് യഥാർത്ഥ NCP എന്നുള്ള ചോദ്യം വന്നപ്പോൾ ശരത് പവാറിൻ്റെ NCP പിന്നോട്ട് പോകുകയും അതേസമയത്ത് അജിത് പവാറിൻ്റെ NCP മുന്നോട്ട് പോവുകയും ചെയ്തു. ഇതിനുള്ള പ്രധാന കാരണങ്ങൾ ഈ ഉദ്ധവ് താക്കറെയുടെ ശിവസേനയ്ക്ക്
ഈ ഉദ്ധവ് താക്കറെയുടെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതി തന്നെയാണ്. ഉദ്ധവ് താക്കറെ കടുത്ത ആരോഗ്യ പ്രതിസന്ധി നേരിടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഉദ്ധവ് താക്കറെയുടെ പിൻഗാമിയായി അടുത്ത അദ്ദേഹത്തിൻ്റെ ഈ പാർട്ടിയിലേക്ക് വരാൻ പാർട്ടിയെ നയിക്കാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ മകൻ ആദിത്യ താക്കറെയാണ് എന്നുള്ളത് കൊണ്ടാണ് ആ സൈനികർക്കിടയിലുണ്ടായ ഒരു വലിയ അതൃപ്തി. അവർ ഏക്നാഥ് ഷിൻഡെയ്ക്കൊപ്പം നിൽക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെയാണ് ശിവസേനയുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ പോലും, പ്രത്യേകിച്ച് മുംബൈ റീജിയനിൽ പോലും വലിയ തോതിലുള്ള തിരിച്ചടി ഈ ശിവസേനയ്ക്ക് നേരിടേണ്ടി വന്നത്. അപ്പോൾ യഥാർത്ഥ ശിവസേന ഏക്നാഥ് ഷിൻഡെ നയിക്കുന്നതാണ് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അവിടേക്ക് ഈ പറയുന്ന സൈനികർ അങ്ങോട്ടും അവരുടെ സ്വാഭാവികമായിട്ടും ആ ഭാഗത്തേക്ക് ഒരു വലിയ ഒഴുക്കുണ്ടായി സൈനികർക്കിടയിൽ. ശ്രീ ടി ജെ ശ്രീലാൽ, ഈ ഒരു കോൺഫ്ലിക്റ്റ് ആണ് അവിടെ പ്രധാനമായും തിരിച്ചടിയായതെന്നാണോ താങ്കൾ കരുതുന്നത്? ഈ പറയുന്നത് പോലെ ആരാണ് യഥാർത്ഥ NCP, ആരാണ് യഥാർത്ഥ ശിവസേന എന്നൊരു മത്സരം. അപ്പോൾ സ്വാഭാവികമായും രണ്ടു പക്ഷവും ആ നിലയിലുള്ള പെർഫോമൻസ് അവിടെ കാഴ്ചവെക്കണമായിരുന്നു. ഒരിടത്ത് അത് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണോ? അങ്ങനെയാണെങ്കിൽ പോലും അവിടെയാണല്ലോ നമ്മൾ ഈ 3 മാസം മുൻപ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാര്യം പറയുന്നത്. വലിയൊരു മാർജിനിലേക്ക് അവിടെ ഈ ഇന്ത്യ സഖ്യം എന്ന് നമുക്ക് പറയാവുന്ന തരത്തിൽ അവർക്ക് അവിടെ വരാൻ സാധിക്കുന്നുണ്ട്. അവിടെയാണ് ഞാൻ വസന്തിനോട് ചോദിച്ചത്, അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു ഊർജ്ജം അത് സ്വാഭാവികമായും തൊട്ടടുത്ത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിനിയോഗിക്കാനാകണ്ടേ? അത് പ്രചാരണ ഘട്ടത്തിൽ ഇല്ലാതെ പോയോ? അസത പ്രധാന ഘട്ടത്തിൽ ഇല്ലാതെ പോയത് മാത്രമല്ല, നിലനിൽപ്പിൻ്റെ ഒരു പ്രതിസന്ധിയുണ്ട്. സൈനികർക്ക്, ശിവസേനയുടെ അണികൾക്ക് അടുത്ത് ആർക്കൊപ്പം എന്ന ചോദ്യം വന്നപ്പോൾ അവർ തീരുമാനിക്കുന്നത് ഏക്നാഥ് ഷിൻഡെയാണ് ഇനി ഈ സംഘടനയെ മുന്നോട്ട് നയിക്കാൻ കെൽപ്പുള്ള ഒരു നേതാവ് എന്ന തലത്തിലേക്ക്. കാരണം അവിടെ ഉദ്ധവ് താക്കറെയുടെ ആരോഗ്യനില മോശമാകുന്നു. അതോടൊപ്പം തന്നെ ഉദ്ധവ് താക്കറെയുടെ ആ ശിവസേന നയിക്കാൻ അടുത്തു പോകുന്നത് ആദിത്യ താക്കറെയാണ്. ആദിത്യ താക്കറയെ സ്വീകരിക്കാൻ ശിവസൈനികർ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് ഒരു ആൾ. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ അവിടെ മോദി ഒരു ഭാഗത്തും മറുഭാഗത്ത് ഈ മോദി വിരുദ്ധതയുമായിരുന്നു. അവിടെ മോദി വിരുദ്ധതയ്ക്കാണ് നേരത്തെ BJP വക്താവ് അവിടുത്തെ കർഷക സമരത്തെക്കുറിച്ചെല്ലാം തള്ളിപ്പറഞ്ഞുവെങ്കിലും അതുൾപ്പെടെയുള്ള മഹാരാഷ്ട്രയിലെ വിഷയങ്ങൾ, മറാഠ്വാഡ മേഖലയിലുണ്ടായ മറാഠ സംവരണം സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള ഒട്ടനേകം പ്രശ്നങ്ങൾ അവിടെ ഒരുമിച്ചെത്തുകയും അവിടെ മോദി വിരുദ്ധതയും മോദിക്കെതിരെ നിൽക്കുന്ന ആൾക്കാരുടെ സ്വീകാര്യതയുമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടായതെങ്കിൽ മറുഭാഗത്തുണ്ടായി.